2024 ഏപ്രിൽ 1 ആരംഭിച്ച 75-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ കഴിഞ്ഞ ഒരു വർഷമായി വിവിധ ജില്ലകളിലായി വിവിധ മേഖലകളിലായി നാം നടത്തി. ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ് നാം എല്ലാവരും. ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുവാനായി ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ശ്രീ വി ശിവകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം കഴിഞ്ഞ 2024 ഏപ്രിൽ മാസം മുതൽ 75-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ ശ്രോതാക്കൾക്ക് സമക്ഷം നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി അവതരിപ്പിച്ചു. കൃഷി, പൊതുജനാരോഗ്യം, സംഗീതം, സാഹിത്യം, ഭാഷ, നാടകം, നാടൻകല എന്നിവ എല്ലാം പരിപാടികളും പൊതുജന പങ്കാളിത്തത്തോടെ നടത്താൻ സാധിച്ചു. ആകാശവാണി പ്രവർത്തകരുടെ എല്ലാ കൂട്ടായ്മയുടെ ഫലമായാണ് 30-ന് മേൽ ഇതുപോലുള്ള പരിപാടികൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ആകാശവാണിയുടെ കാര്യാലയം പ്രവർത്തിക്കുന്ന ഭക്തിവിലാസം കൊട്ടാരം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഈ നിലയത്തിൻ്റെ ഓരോ അംഗത്തിനും ഉള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും ചിട്ടയായി 10-12 പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മാത്രമുള്ളപ്പോൾ ആഴ്ചയിൽ 60 മണിക്കൂറിലധികം പരിപാടികൾ ചെയ്യുന്നു, പ്രക്ഷേപണം സുഗമമായി നടത്തുന്നു. ഇന്നും ഭൂരിപക്ഷം ശ്രോതാക്കളും പരിപാടികൾ കേട്ട് 100 കണക്കിന് കത്തുകൾ ആകാശവാണി തിരുവനന്തപുരത്തിന് അയക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികളും സന്ദേശങ്ങൾ വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും ഒക്കെ അയക്കുന്നു. ഫോണിൻ പരിപാടികളിൽ സജീവമായി ശ്രോതാക്കൾ പങ്കെടുക്കുന്നു. മുൻപേ നടന്നവരുടെ വഴിയിൽ പൊതുജന സേവനം എന്ന ലക്ഷ്യം വച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് ആശിക്കുന്നു. ഇക്കഴിഞ്ഞ ആഴ്ച ലഡാക്കിലേക്ക് യാത്ര ചെയ്തിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി മഞ്ഞ് പെയ്ത് ലഡാക്കിൽ നിന്നുള്ള ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലായി. ആയിരക്കണക്കിന് യാത്രക്കാർ ലേ എന്ന ലഡാക്കിൻ്റെ തലസ്ഥാനത്ത് കുടുങ്ങി. റോഡുകളും എല്ലാം അടഞ്ഞു കിടന്നു. 2 ദിവസം കഴിഞ്ഞാണ് പലർക്കും തിരിച്ചു പോകാനായത്. പക്ഷേ അപ്പോഴും ലേയിൽ ഉള്ള ആകാശവാണി നിലയം നിരന്തരം വാർത്തകളും ഒക്കെയായി പ്രക്ഷേപണം തുടർന്നു. ഭാരതത്തിൻ്റെ 99% ഭാഗങ്ങളിലും ഇന്ന് ആകാശവാണി ലഭ്യമാണ്. 500ഓളം സ്റ്റേഷനുകൾ രാജ്യമെമ്പാടും അനേകം പ്രാദേശിക ഭാഷകളിൽ അറിവും വിജ്ഞാനവും വാർത്തയും സംഗീതവും ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്നു. മാസവരിയോ മറ്റു ചിലവോ ഒന്നുമില്ലാതെ ലഭ്യമാകുന്ന ഈ സാധാരണക്കാരൻ്റെ മാധ്യമം ഇനിയും ഉയരങ്ങളിൽ എത്തും എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാംസ്കാരിക പുരോഗതിയുടെ ചരിത്രത്തിൽ തന്നെ ശാസ്ത്രം നൽകിയ ഏറ്റവും മികച്ച സംഭാവനകളിലൊന്നാണ് റേഡിയോയുടെ കണ്ടുപിടുത്തമെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ശബ്ദ പ്രക്ഷേപണത്തിനുള്ള ഉപാധിയായ റേഡിയോ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നില്ല. 130 വർഷങ്ങൾക്ക് മുമ്പ് 1895 96 ഒരു തർക്കമുണ്ട്. ഏതായാലും 95 ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിൽ കോലാഹലമുണ്ടാക്കിയതായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം. ഇന്ത്യയിൽ 1927 മുതൽ തുടർച്ചയായും ക്രമവുമായി പ്രക്ഷേപണം ആരംഭിക്കുകയും ആകാശവാണി 1950കളിൽ ആരംഭിക്കുകയും ചെയ്ത ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ശാസ്ത്ര ലോകത്തെ ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അതിൻ്റെ പിതാവാര് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള തർക്കം കോടതികളിലും ഒക്കെ വ്യവഹാരങ്ങൾക്കൊടുവിലാണ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. മാർക്കോണിയാണോ ടെസ്ലയാണോ
ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളതിൻ്റെ തർക്കം അവസാനം കോടതി വ്യവഹാരത്തിലൂടെ ടെസ്ല എന്നാണ് സ്ഥാപിച്ചതെങ്കിലും ഇന്നും പലരും മാർക്കോണിയാണ് റേഡിയോയുടെ പിതാവ് എന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, റേഡിയോയുടെ ഒരു സ്വാധീനം എത്ര വലുതായിരുന്നു, ഇപ്പോഴും ഒരു പരിധിവരെ വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും 920 മുതൽ പ്രക്ഷേപണങ്ങൾ ആരംഭിച്ചെങ്കിലും ഇന്ത്യയിൽ നമുക്കറിയാം അല്പം കൂടി വൈകി ഒരു 6-7 വർഷം കൂടി കഴിഞ്ഞാണ് ഇന്ത്യയിൽ പ്രക്ഷേപണം ആരംഭിച്ചതെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. വിവരങ്ങൾ ആധികാരികമായി ശരിയായി സമൂഹത്തെ അറിയിക്കുന്ന ഒരു മാധ്യമം എന്നുള്ളൊരു വിശ്വാസം നേടിയെടുത്തിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് റേഡിയോ എന്നുള്ള കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ അതീതമായി രണ്ടഭിപ്രായം ഉണ്ടാവുമെന്നെനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ എത്ര വലിയ സംഭാവനയാണ് റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ നൽകിയിട്ടുള്ളതെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്താൻ അതിനും റേഡിയോയാണ് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ളതെന്നും നമുക്കെല്ലാം തന്നെ അറിയാം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക്, വിദ്യാഭ്യാസം പല മേഖലകളിലേക്കും എത്തിക്കുന്ന കാര്യത്തിൽ റേഡിയോ നൽകിയ സംഭാവനയും ചെറുതല്ല എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. നാടകം, സംഗീതം തുടങ്ങി കലാപരിപാടികൾ സമൂഹത്തിലേക്ക് എത്തിച്ചിരുന്നത് റേഡിയോയിലൂടെയാണ്. ഒരു 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളുകൾക്കെല്ലാം അറിയാനുണ്ടായിരുന്ന ഒരേ ഒരു മാധ്യമമായിരുന്നത് റേഡിയോ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് അറിയാൻ റേഡിയോയുള്ള വീടുകളുടെ മുന്നിലും റേഡിയോ കിയോസ്കുകളുടെ മുമ്പിലും വലിയ ജനക്കൂട്ടങ്ങളെയൊക്കെ കണ്ടവരാണ് ഒരു 10-60 വയസ്സുള്ളവരെല്ലാം തന്നെ, 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ. കാരണം അന്ന് അതിലൂടെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുക. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. 70കളിൽ 80കളിലും വിപുലമായ കവറേജുകളിലേക്ക് നീങ്ങിയ ഓൾ ഇന്ത്യ റേഡിയോ 90കളിലാണ് ഉപഗ്രഹ റേഡിയോ സേവനം ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ ജൈത്രയാത്രയിലേക്ക് പ്രയാണം തുടങ്ങിയത് നമുക്കെല്ലാം തന്നെ അറിയാം. 2000ൻ്റെ ആരംഭത്തോടുകൂടി FM റേഡിയോയുടെ ഒരു ആവിർഭാവവും എല്ലാം തന്നെ റേഡിയോയുടെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ശൃംഖല വിവിധ മേഖലകളിലേക്ക് പടർത്തിയെടുക്കുവാനും കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം, വലിയ വെല്ലുവിളിയാണ് റേഡിയോ മേഖല നേരിടുന്നതെന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം. ശ്രോതാക്കളുടെ മുമ്പിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു മത്സരം തന്നെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഡിജിറ്റൽ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും പ്രൈവറ്റ് റേഡിയോയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ശ്രമകരമായ ജോലി തന്നെയാണ്. കാലത്തിന് അനുയോജ്യമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനനുസൃതമായ പരിപാടികൾക്ക് രൂപം നൽകുവാനും ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ എല്ലാം വിരൽത്തുമ്പിലെത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് റേഡിയോയുടെ മേഖലയെ ആ ഒരു രീതിയിൽ വളർത്തിയെടുക്കാൻ, ഉയർത്തിയെടുക്കാൻ, ജനമധ്യത്തിൽ ഇന്നും പ്രസക്തിയുള്ളതാക്കി തീർക്കാൻ പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ 75ാം വാർഷിക സമ്മേളനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ആഘോഷ പരിപാടികൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ജനസ്വാധീനം ഉറപ്പിച്ചുകൊണ്ട്, ജനവിശ്വാസം കൂടുതൽ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കരുത്ത് പകരുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.
ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ 75-ാം വാർഷികാഘോഷ സമാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ ഇങ്ങനെ പലവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളികളുടെ സ്വന്തം ശ്രീകുമാരൻ തമ്പിയാണ്. ഭദ്രദീപം തെളിയിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെയും ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തികളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് അത് ആൾ ഇന്ത്യ റേഡിയോ എന്ന് ആദ്യം ഞാൻ കേട്ടിട്ടുള്ളൂ, പിന്നെയാണ് ആകാശവാണിയാകുന്നത്. എൻ്റെ കൗമാരം തുടങ്ങുന്നത് 10-11 വയസ്സിൽ ഈ റേഡിയോ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ഞാൻ സംഗീതമായി അടുക്കുന്നതും ഗാനരചയിതാവാകുന്നതും ഒക്കെ തന്നെ റേഡിയോയുടെ സഹായം കൊണ്ടായിരിക്കണം. തിരുവനന്തപുരത്ത് CP രാമസ്വാമിയർ താമസിച്ചിരുന്ന വീടായ ഭക്തിവിലാസം ബംഗ്ലാവാണ് ഒരു ഒഫീഷ്യൽ, അതായത് ആകാശവാണി തിരുവനന്തപുരം നിലയമായി പ്രവർത്തിച്ചു തുടങ്ങിയതെങ്കിലും അതിനു മുമ്പ് പാളയത്ത് ആണ് ആരംഭിച്ചത്. പക്ഷേ ഭക്തിവിലാസം ബംഗ്ലാവിൽ ആകാശവാണിയുടെ നിലയം എത്തിയതിന് ശേഷമാണ് എല്ലാവരും കൂടുതലായി ആകാശവാണിയുമായി ബന്ധപ്പെട്ടത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 3 മഹാന്മാരായ വ്യക്തികളുടെ പേരുകൾ പറയാതിരിക്കാൻ സാധ്യമല്ല. ഒന്ന് GPS നായർ. മലയാളത്തിൽ റേഡിയോ പരിചയപ്പെടുത്തിയ ആളാണ് GP ശക്തിധരൻ നായർ, GPS നായർ. അത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ന് നമ്മൾ 1000-കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പരിപാടികൾ, നാടകങ്ങൾ, ഗ്രാമീണ പരിപാടികൾ, സംഗീത പരിപാടികളൊക്കെ കേട്ട് ഹൃദയം നിറച്ചവരാണ്. ആകാശവാണിയുടെ പരിപാടികൾ കേട്ട് ഹൃദയം നിറച്ചവരാണ്. എന്നാൽ ആദ്യമായി മലയാളത്തിൽ റേഡിയോയിലൂടെ ഒരു നല്ല പരിപാടി അവതരിപ്പിച്ച വ്യക്തി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് K. പത്മനാഭൻ നായർ എന്നാണ്. പലർക്കും അറിയില്ല. ഇപ്പോൾ ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന പ്രമാണിമാർക്ക് പോലും അറിയില്ല. മദ്രാസിലെ മെറീന ബീച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ്, 50കൾക്ക് മുമ്പ്, അന്ന് മലയാളത്തിൽ ഒരു ചെറിയ പ്രോഗ്രാം ആകാശവാണി മദ്രാസ് നിലയം സംപ്രേഷണം ചെയ്യുമായിരുന്നു. ഒരു ചെറിയ പ്രോഗ്രാം. മദ്രാസിലെ മെറീന ബീച്ചിൽ ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ഇരിക്കുമ്പോൾ റേഡിയോയിൽ ഒരു മലയാളം പ്രോഗ്രാം കേൾക്കുന്നു. ആ മലയാളം കേട്ട് അദ്ദേഹത്തിന് രോഷമുണ്ടായി. കാരണം അത്രമാത്രം മോശമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം ഷാവാലാസ് എന്ന പ്രധാന കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറുടെ PA ആയിരുന്നു. അടുത്ത ദിവസം തന്നെ മദ്രാസിൽ
ആൾ ഇന്ത്യ റേഡിയോയുമായി ബന്ധപ്പെട്ടപ്പോൾ GPS നായരാണ് അവിടെ ഈ മലയാളം പരിപാടി അവതരിപ്പിച്ചതെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ പോയി കണ്ടു. നിങ്ങൾ എന്ത് നിങ്ങൾ മലയാളമാണോ സംസാരിച്ചത്, എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ സഹായിക്കൂ, നിങ്ങളാരെങ്കിലും നന്നായി മലയാളം അറിയാവുന്ന, സാഹിത്യത്തിൽ താല്പര്യമുള്ള, ഭാഷയിൽ താല്പര്യമുള്ള ആരെങ്കിലും എനിക്ക് പരിചയപ്പെടുത്തു, അവർക്ക് അവസരം കൊടുക്കാം. അന്ന് മലയാളത്തിൻ്റെ അന്ന് തിരുവനന്തപുരം ആളിൻ്റെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരനാണ് K. പത്മനാഭൻ നായർ. അദ്ദേഹം GPS നായർ പറഞ്ഞതനുസരിച്ച് ഒരു ചെറിയ പരിപാടി മലയാളത്തിൽ തയ്യാറാക്കി അവതരിപ്പിച്ചു. അപ്പോൾ GPS നായർ നിർബന്ധമായും നിങ്ങൾ ആകാശവാണി ഉണ്ടാകണം എന്ന് പറയുകയും ഷാവാലസിലെ ഉദ്യോഗം രാജിവെച്ച് അദ്ദേഹം ആകാശവാണിയുടെ മലയാളം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ K. പത്മനാഭനെ പലർക്കും ഇന്നറിയില്ല. പക്ഷെ അദ്ദേഹം ഒന്നാം തരം നോവലിസ്റ്റും സിനിമാ സംവിധായകനുമൊക്കെയായി പിന്നീട്. ഈ K. പത്മനാഭൻ നായരെ നമ്മളറിയുന്നത് വേറൊരു തരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ശാന്ത P. നായർ എന്ന പ്രശസ്ത ഗായിക. അദ്ദേഹത്തിൻ്റെ മകളും ആകാശവാണിയിൽ പ്രവർത്തിച്ചു, ലതാ രാജു എന്ന ഗായിക. K. പത്മനാഭൻ നായരെക്കുറിച്ച് പലർക്കും അറിയില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചതിന് ശേഷം പറയണം. അദ്ദേഹം എന്നെ വാത്സല്യത്തോടെ എന്നോട് പെരുമാറിയിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടും കടപ്പാടുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ GPS നായരും K. പത്മനാഭനും കഴിഞ്ഞാൽ മൂന്നാമത്തെ വ്യക്തിത്വം EM ജോസഫ് എന്ന EMJ വെണ്ണൂറാണ്. ഈ മൂന്ന് വ്യക്തികൾ, അതായത് K. പത്മനാഭൻ നായർ, GPS നായർ, K. പത്മനാഭൻ നായർ, EMJ വെണ്ണൂർ, ഈ മൂന്ന് പേരില്ലായിരുന്നെങ്കിൽ ഈ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു പോകുമായിരുന്നു. അപ്പം അവരെ നമ്മൾ നന്ദിപൂർവ്വം ഓർമ്മിക്കണം. എനിക്കുള്ള ആത്മബന്ധം എന്താണ് ആകാശവാണി ചോദിച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 10-11 വയസ്സുള്ളപ്പോഴാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം തുടങ്ങുന്നത്. അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ല. എൻ്റെ വീടിന് സമീപത്ത് 2 വീടുകളിൽ റേഡിയോ ഉണ്ട്. അത് പുത്തിയിൽ മൂസദമാരുടെ വീട്ടിൽ. ആ പുത്തിയിൽ മൂസദമാർ എനിക്ക് പരിചയമില്ല, പക്ഷേ ഡോക്ടർ VS ശർമ്മയുടെ തറവാടാണ്. പിന്നൊന്ന് ചെമ്പകത്ത് മഠത്തിൽ. ചെമ്പകത്ത് മഠം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. വാസവവിലാസം ആയുർവേദ വൈദ്യശാല. ഈ 2 വീടുകളിലെ റേഡിയോ ഉള്ളൂ. ഞങ്ങളുടെ ഹരിപ്പാട്ട് മഹാക്ഷേത്രത്തിന് അടുത്താണ് ഞങ്ങളുടെ തറവാട്. അപ്പം ഞാൻ മറ്റെവിടെയും ഈ 2 അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ അസൂയയോടെ ഈ 2 വീടുകളിലേക്കും ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അവിടെ നിന്ന് ഈ പാട്ട് കേൾക്കും. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഈ പാട്ട് കേൾക്കാൻ കഴിയുക എന്ന ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കെ വളരെ ബുദ്ധിമുട്ടി 10-14 വയസ്സ് എനിക്കായപ്പോഴാണ് എൻ്റെ വലിയേട്ടൻ നോവലിസ്റ്റ് PV റമി ഒരു മർഫി റേഡിയോ വാങ്ങിച്ചു. ചെറിയ മർഫി റേഡിയോ. ഇന്നും എൻ്റെ മനസ്സിൽ ആ മർഫി റേഡിയോ ഉണ്ട്. കാരണം മർഫി റേഡിയോയിൽ നിന്നാണ് സംഗീതവുമായി ഞാൻ അടുക്കുന്നത്, ഗാനങ്ങളുമായി ഞാൻ അടുക്കുന്നത്. അതുപോലെ ആകാശവാണിയോട് എനിക്കുള്ളൊരു കടപ്പാട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ദയവായി നെഗറ്റീവായി സംസാരിക്കുന്നത് കരുതി ആദ്യം എന്നെ കുറ്റം പറയരുത്. ചിലപ്പോൾ നെഗറ്റീവായിട്ടും സംസാരിക്കും. പോസിറ്റീവിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അല്ലെ ഇലക്ട്രിസിറ്റി ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തിരസ്കാരങ്ങൾ കണ്ട് ഭയപ്പെടരുത്. നിങ്ങളൊരു പ്രത്യേക മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തോൽവിയെ ഭയപ്പെടാൻ പാടില്ല. 11-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ആദ്യത്തെ കവിത എഴുതി. 12-ാമത്തെ വയസ്സിൽ ആദ്യത്തെ പാട്ട് എഴുതി. അത് എഴുതാൻ കാരണം P. ഭാസ്കരൻ മാസ്റ്റർ എന്ന മഹാകവിയാണ്. 52-ൽ എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് നവലോകം എന്ന സിനിമ വരുന്നത്. ആ നവലോകത്തിലെ പാട്ടുകൾ ആൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്താണ് ആദ്യം കേൾക്കുന്നത്. അതിലൊരു പാട്ടുണ്ട്,
തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ പുളകം പൂശും വസന്തസുമമേയാരോ നീ. ഈ പാട്ടാണ് ഞാനൊരു ഗാനരചയിതാവാൻ കാരണം. ഈ പാട്ട് എന്നെ അനുധാവനം ചെയ്തു, ദിവസങ്ങളോളം അനുധാവനം ചെയ്തു. ഈ പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുക, അത് തന്നെ പാടി നോക്കുക. അങ്ങനെ അധികം താമസിയാതെ തിരമാല എന്ന ചിത്രത്തിൽ ഒരു പാട്ട് കേട്ടു. താരകം ഇരുളിൽ മായുകയോ, താമര പൈങ്കിളി കേഴുകയോ, അലറിടും ജീവിത സാഗര വീഴിയിൽ നിൻ കളിയോടം താഴുകയോ, താരകം ഇരുളിൽ മായുകയോ. ഈ പാട്ട് പാടിയത് കോഴിക്കോട് അബ്ദുൽ ഖാദറും ശാന്തപ്പി നായരും ചേർന്നാണ്, കെ പത്മനാഭൻ നായരുടെ ഭാര്യ. അപ്പോൾ ഈ പാട്ടുകൾ കേട്ട് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ ഗണിതശാസ്ത്രം BSc പഠിക്കുമ്പോൾ, അതായത് എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ കുറച്ച് പാട്ടുകൾ എഴുതി. അതിനു മുമ്പ് ധാരാളം പാട്ടുകൾ എഴുതി, അതൊക്കെ ഈ ബാലമംഗതിയിലൊക്കെ പ്രസിദ്ധീകരിച്ചു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തിരുവനന്തപുരം ആൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയിൽ നിന്ന് എൻ്റെ ഒരു പാട്ട് കേൾക്കണം, ലളിതഗാനം. ഗാനരചന ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി, അന്നങ്ങനെ എഴുതുന്നത്. ഗാനരചന ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി, സംഗീതം ഒരാളുടെ പേരുമായിട്ട് കേൾക്കണമെന്ന ആഗ്രഹത്തിൽ 10 പാട്ടുകൾ എഴുതി ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിലേക്ക് അയച്ചു. 10 പാട്ടുകൾ. ഞാൻ അയച്ചതിൻ്റെ 3-ാം ദിവസം തിരിച്ചു വന്നു. 3rd ഡേ അവർ വായിച്ചിട്ടില്ലെന്ന് ഉറപ്പ്. അവരാരും തന്നെ ആ പാട്ടുകൾ വായിച്ചിട്ടില്ല. 3-ാം ദിവസം തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ ഒരു ടൈപ്പ് ചെയ്ത ഒരു എഴുത്തുണ്ട്, അതവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന മാറ്റം വന്നാൽ നോക്കാതെ ഈ സാധനം ക്ലിപ്പ് ചെയ്തിട്ട് തിരിച്ചയക്കും. അത് വി ആർ വെരി താങ്ക്ഫുൾ ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ ആൾ ഇന്ത്യ റേഡിയോ, ബട്ട് വി ആർ സോറി ദാറ്റ് വി കനോട്ട് യൂസ് ദി സോങ്സ് സെൻഡ് ബൈ യു എന്ന് പറഞ്ഞിട്ട് വളരെ ഔദാര്യപൂർവ്വം അവർ മടക്ക് കത്ത് വന്നു. ഇനി ആ പാട്ടുകളുടെ അവസ്ഥ എന്തായെന്ന് കൂടെ പറയണം. കാരണം അന്ന് ആ 10 പാട്ടുകൾ ആകാശവാണി സ്വീകരിച്ചിരുന്നെങ്കിൽ, തിരുവനന്തപുരത്തെ 10 പാട്ടുകളായാലും ഒരു പാട്ട് ആകാശവാണി സ്വീകരിച്ചിരുന്നെങ്കിൽ, ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ്, ഒരു മ്യൂസിഷ്യൻ അത് ട്യൂൺ ചെയ്യും, ഏതെങ്കിലും ലോക്കൽ സിംഗേഴ്സ് അത് പാടും, ജനങ്ങളത് മറക്കും. പക്ഷേ അവർ സ്വീകരിക്കാത്തത് കൊണ്ട് മധുരഗീതങ്ങൾ എന്ന പേരിൽ യേശുദാസൻ്റെ ശബ്ദത്തിൽ 1970 പുറത്തിറങ്ങി, ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ. അപ്പോൾ ആ പാട്ടുകളുടെ ജാതകം വ്യത്യസ്തമായിരുന്നു. അതിന് വി ദക്ഷിണാമൂർത്തി സംഗീതം പകരണം, ഗാനഗന്ധർവൻ യേശുദാസ് ആലപിക്കണം എന്നുണ്ടായിരുന്നു. ആ പാട്ടുകളുടെ, അതായത് തിരുവനന്തപുരം ആകാശവാണി നിരസിച്ച ഒരു പാട്ടാണ് ഇന്ത്യയിലെ പ്രശസ്ത ഗായകനായ ഹരിഹരന് ഏറ്റവും പ്രിയപ്പെട്ട മലയാള ഗാനം ആണ്. കരിനീല കണ്ണുള്ള പെണ്ണ് നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി, കരിനീല കണ്ണുള്ള പെണ്ണ്. ഇതാണ് തിരുവനന്തപുരം ആകാശവാണി മടക്കി അയച്ച എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലെ കൃതി. ഇനി 1970 ആകാശവാണി ഗ്രാമഫോൺ കമ്പനി പറ്റി ആദ്യമായിട്ട് യേശുദാസിൻ്റെ ശബ്ദം ഈ സാധാരണ വോയിസിലല്ലാതെ സ്റ്റീരിയോയിൽ കേൾപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതുവരെ യേശുദാസിൻ്റെ ശബ്ദമൊന്നും സ്റ്റീരിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ സ്റ്റീരിയോയിൽ യേശുദാസിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതിനായി ഒരു ആൽബം, ഒരു ഡിസ്ക്, അന്ന് ആൽബം ഒന്നല്ല, ഡിസ്ക് എന്ന് പറയുക, അന്ന് 33 and 1/3 RPM റൊട്ടേഷൻ, RPM വെച്ചാൽ റൊട്ടേഷൻ പെർ മിനിറ്റ്, 33 and 1/3
വലിയ ഡിസ്ക്കാണ്. അതിൽ 12 പാട്ടുകളുണ്ടാവും. ഒരു സൈഡിൽ 6 പാട്ടുകൾ, മറ്റേ സൈഡിൽ 6 പാട്ടുകൾ. 78 RPM എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു പാട്ട്, 2 പാട്ടുകൾ ആ പാട്ട് ഡിസ്കിനകത്ത്, അപ്പുറത്തും ഇപ്പുറത്തും അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഈ 33 and 1/3 ആൽബം ഈ ഡിസ്ക് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ ഈ പാട്ട് ആരെ ഏൽപ്പിക്കണം? അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് വയലാർ ദേവരാജൻ ടീമാണ് 1ാം സ്ഥാനത്ത്, പി ഭാസ്കരൻ ബാബുരാജു 1ാം സ്ഥാനത്ത് തന്നെയാണ്. ഇവർ രണ്ടുപേരാണ് പ്രധാന ടീമുകൾ മലയാള സിനിമാ സംഗീതത്തിൽ. അപ്പോൾ പി ഭാസ്കരൻ, ബാബുരാജ്, വയലാർ ദേവരാജാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും പേരുകൾ മദ്രാസിലുള്ള മംഗവതി എന്ന മാനേജർ, ഗ്രാമഫോൺ കമ്പനിയുടെ മദ്രാസിലെ മാനേജർ മംഗവതി എന്ന ആളാണ്. അദ്ദേഹം കൽക്കട്ടയിലാണ് ഹെഡ് ഓഫീസ്, കൽക്കട്ടയിലേക്ക് അയക്കുന്നു. അപ്പോൾ കൽക്കട്ടയിൽ ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇതിൽ 6 ഏതാണ് ബെറ്റർ? വയലാർ ദേവരാജനെ ഏൽപ്പിക്കണോ, പി ഭാസ്കരൻ ബാബുരാജിനെ ഏൽപ്പിക്കണോ? ശ്രീകുമാരൻ നമ്മുടെ പേരൊന്നും അവിടെ വരുന്നില്ല, കാരണം ശ്രീകുമാരൻ ആരുമല്ല അപ്പോൾ. അപ്പോഴേ ഭാസ്കര മേനോൻ എന്നൊരു അടുത്ത കാലത്ത് അദ്ദേഹം അന്തരിച്ചത് അമേരിക്കയിൽ വെച്ച്. ഭാസ്കര മേനോൻ എന്നൊരു മലയാളിയാണ്, പക്ഷേ അദ്ദേഹം മലയാളമൊന്നും ശരിക്കറിയില്ല. അദ്ദേഹം കൽക്കട്ട ഗ്രാമഫോൺ കമ്പനി വിറ്റ് നയിച്ചിരുന്നത് ഭാസ്കര മേനോനാണ്. അപ്പോൾ ഭാസ്കര മേനോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മളിതൊന്നും നോക്കണ്ട, കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവും അധികം ഡിസ്ക് ഏതാണെന്ന് നോക്ക്. മലയാളത്തിൽ ഏതാണ് ഡിസ്ക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റത്, ആ ഡിസ്കിലെ പാട്ട് ആരെഴുതി ആര് മ്യൂസിക് ചെയ്തു അവരെ ഏൽപ്പിക്കുക. അപ്പോൾ ആ വർഷം ഏറ്റവും അധികം വിറ്റ കാസറ്റ് ചന്ദ്രയിലലിയുന്നു ചന്ദ്രകാന്തം എന്ന പാട്ടിൻ്റെ കാസറ്റ് ഡിസ്കായിരുന്നു. അപ്പോൾ ചന്ദ്രയിലും ചന്ദ്രകാന്തം ശ്രീകുമാരൻ ദക്ഷിണാമൂർത്തി ടീമിൻ്റെയാണ്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു അവരെ ഏൽപ്പിക്കുക, അവർ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യക്ക് പണം ഉണ്ടാക്കി കൊടുത്തു. ആദ്യം 12 പാട്ടുകൾ ഇറക്കിയവർ, പിന്നെ മറ്റൊരു ഡെസ്കിൽ ഞാൻ 6 പാട്ട്, വിശദമായി സംസാരിക്കാൻ സമയമില്ല, 6 പാട്ട് എഴുതി. എൻ്റെ 18 പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി എന്നെന്നും ഇന്ന് ഇന്ത്യയിലും ഷിയർ മാജിക് എന്ന് ഇന്ത്യക്ക് പുറത്തും അവർ ഡിസ്കുകൾ ഇറക്കി, ചെറിയ കോമ്പാക്ട് ഡിസ്കുകൾ ഇറക്കി. അങ്ങനെ അപ്പോൾ എനിക്ക് വളരെയധികം കടപ്പാട് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനോടുണ്ട്. കാരണം അന്ന് അവർ ആ പാട്ടുകൾ മടക്കി അയച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടാവുക. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, തിരസ്കാരത്തെ ഭയപ്പെടരുത്. എല്ലാ തിരസ്കാരങ്ങളും പിന്നീട് സ്വീകരണങ്ങളായി മാറും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം അതാണ്. നിറഞ്ഞ അഭിമാനത്തോടെ, തികഞ്ഞ അഭിമാനത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ 75 വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. As a public service broadcaster, Akashvani has been an enduring companion to millions across the country, and it is truly heartening to witness this remarkable milestone. Akashvani today operates over 500 തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഗ്യ പലിവാൽ കൗർ അയച്ച സന്ദേശം നമുക്ക് ഇപ്പോൾ കേൾക്കാം. With deep gratitude, the visionaries who laid the foundation of Akashvani and dedicated their lives to building it into a strong and credible institution. I would specially like to acknowledge the pivotal role played by the royal family of Travancore, who established the Travancore radio station in 1943. This historic station was later integrated into the national network as Akashvani Thiruvananthapuram on the 1st of April 1950. Thus, Akashvani Thiruvananthapuram stands proudly today as one of the oldest and most distinguished radio stations in India. The unwavering trust and loyalty of lakhs of listeners, both within Kerala and across the globe, stand testimony to the station's commitment to excellence.
In an era marked by intense competition from visual and digital media, Akashvani Thiruvananthapuram has consistently excelled in reaching the hearts of speakers of Malayalam. I am also pleased to share that responding to public demand, we have recently resumed Anantapuri FM broadcast in their original format, overcoming significant technical constraints. This is a testament to our continued commitment to serving our listeners. Going forward, Akashvani Thiruvananthapuram, along with all stations under the Akashvani umbrella, will remain steadfast in our mission to provide credible news, meaningful information, and enriching entertainment. We will continue to work tirelessly to connect people, promote welfare, and support the nation's development initiatives. True to Akashvani's timeless motto, Bahujan Hitai Bahujan Sukhai, for the welfare and happiness of all. On behalf of Akashvani, I wish all our listeners a very happy 75th anniversary and many more years of enriching companionship through the magic of radio. Ellavarkum Nanni, Namaskaram. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. അതിലേറ്റവും ഫേമസ് ആയ ഒരു പേര് ചിത്രമെഴുത്ത് തമ്പുരാൻ രാജാ രവിവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലസമയത്ത് തന്നെ ലോകം മുഴുവനും പ്രശസ്തി നേടിയ ഒരു മഹാനുഭാവനായിരുന്നു. സംഗീതത്തിൽ തിരുവിതാംകൂറിനല്ല, ഇന്ത്യക്കല്ല, ലോകത്തിന് തന്നെ ഒരു വലിയ സംഭാവന ചെയ്തത് മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസ്സായിരുന്നു. പക്ഷേ സ്വാതി തിരുനാൾ തിരുമനസിൻ്റെ സംഗീതം അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ഒരുപാട് മൺമറഞ്ഞു പോയി. 20-ാം നൂറ്റാണ്ടിൽ അമ്മ മഹാറാണി സേതു പാർവതിബായിയുടെ എഫേർട്സ് വെച്ചാണ് ഒരുപാട് മഹാരാജാവിൻ്റെ കോമ്പോസിഷൻസ് എല്ലാം ഹരികേശ നെല്ലൂർ മുത്തയ്യ ഭാഗവതരെ കൊണ്ട് കളക്ട് ചെയ്ത്, പിന്നെ ചെമ്മാങ്കുടി ശ്രീനിവാസിയർ, KS നാരായണസ്വാമി, പല പല ആൾക്കാരും വന്ന ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പോയി സ്വാതി തിരുനാൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് പല 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 സ്ഥലങ്ങളിൽ, അമേരിക്കയിൽ ഉൾപ്പെടെ സ്വാതി തിരുനാൾ ഫെസ്റ്റിവൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാൾ April 16 അപ്പോൾ April 16 നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എത്ര ലൊക്കേഷൻസിലാണ് മഹാരാജാവിൻ്റെ കോമ്പോസിഷൻസ് പാടപ്പെടുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും നൃത്ത രീതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നതും. അപ്പം അതിൽ ഓൾ ഇന്ത്യ റേഡിയോയിന് വളരെ വളരെ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ തമ്പി സാർ സംസാരിച്ച മാതിരി ഒരു 10-60 വയസ്സിന് മുകളിലുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ ഈ റേഡിയോ എത്രയ്ക്ക് പ്രധാനമായ ഒരു മാധ്യമമായിരുന്നു. ഇപ്പോൾ ചെറിയ തലമുറക്കാർ, കൈക്കുഞ്ഞുങ്ങൾ പോലും കയ്യിലൊരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ ഈ കാർട്ടൂൺ ശബ്ദങ്ങൾ നമ്മുടെ ചെവി തുളച്ച് കയറി ടിങ് 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 എന്ന ശബ്ദങ്ങൾ കേട്ട് അത് അടുത്തിരിക്കുന്ന പാസഞ്ചർ പരാതി പറഞ്ഞ് ഈ അമ്മ ഫോണൊന്ന് വോളിയം കുറച്ചാൽ കുട്ടി ഓടാൻ കരയാൻ തുടങ്ങും. അങ്ങനെ ഈ ഗാഡ്ജറ്റ് അഡിക്ട്സാണ്. അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ട്, രണ്ടുപേരും വീട്ടിലറിയാതെ ചായ കുടിക്കാൻ പോയാൽ ആ ചായ റെസ്റ്റോറൻറ്റിൽ ഈ ഗേളും ബോയും സ്വന്തം ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ എന്താണ് അതിൽ നോക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോൾ. പക്ഷേ പണ്ട് റേഡിയോ ഉള്ള കാലത്ത് ഒരു സ്വപ്ന ലോകം പോലെയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ തിരുവിതാംകൂർ റേഡിയോ ട്രാവൻകൂർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത അമ്മ മഹാറാണി ഇത്രയും സ്വാതി തിരുനാൾ മഹാരാജാവിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും ഇത് തുടങ്ങിയ മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സെയിം വീട്ടിൽ 23 വർഷം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചിത്തിര തിരുനാൾ വളരെ ഒരു സരസനായിരുന്നു. ഒരുപാട് കഥകൾ പറയും, പുരാണങ്ങൾ, ചരിത്രം, തമാശകൾ, അങ്ങനെ വളരെ വളരെ ഒരു സ്നേഹിക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹം സംഗീതമായിട്ട് അധികം ബന്ധം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അമ്മ മഹാറാണി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ സംഗീതം മാത്രമേ ഉള്ളൂ. പക്ഷേ ചിത്തിര തിരുനാൾ മഹാരാജാവ് എന്നും ഉച്ചയ്ക്ക് ഊണിന് ശേഷം എൻ്റെ തലമുറ ഞങ്ങൾ കുട്ടികളെ കഥ പറഞ്ഞ് ഉറക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഞങ്ങൾ അമ്മാവ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മലയാള സിനിമയിലൊക്കെ ഓടരുത് അമ്മാവ ആളറിയാമെന്ന് പറഞ്ഞാൽ അമ്മാവോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അമ്മാവ അല്ല, ഒരു വാത്സല്യത്തോടെ അമ്മാവ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പൊന്നു തമ്പുരാൻ എന്ന് അദ്ദേഹത്തിനെ പറയുന്ന പോലെ പൊന്നമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മാവ ഒരു കഥ പറയാമെന്ന് പറയും. അപ്പോൾ ഇതിനിടയ്ക്ക് ചിത്തിര തിരുനാൾ പാടി ഞാൻ ഒരു കോമ്പോസിഷൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആ കാലത്ത് ഇത് അമ്മാവൻ പാടുന്നൊരു പാട്ടാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതൊരു തമിഴ് പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 1991 ചിത്തിര തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങിയത്. ഇൻ്റർനെറ്റ് 1998-99 ആ സമയത്ത് വന്നു. 2007-8-9 സമയത്താണ് യൂട്യൂബ് വന്നത്. അപ്പോൾ യൂട്യൂബ് വന്നതിന് ശേഷം
പല 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 ഇതിഹാസ പ്രധാനമായ കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. റോജർ ബാനിസ്റ്റർ എന്നൊരാളാണ് ആദ്യമായിട്ട് 4 മിനിറ്റ് കൊണ്ട് 1 മൈൽ ഓടിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ലെസൺ അദ്ദേഹം തന്നെ എഴുതിയ ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ ആക്ച്വലി റോജർ ബാനിസ്റ്റർ ഈ ഫസ്റ്റ് 4 മിനിറ്റ് മൈൽ ഓടി തീർക്കുന്ന ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ അതുമാതിരി വളരെ ഹിസ്റ്റോറിക്കലായി പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് അടുത്ത കാലത്താണ് ഈ ചിത്രതിരുനാൾ മഹാരാജാവ് പാടി ഞാൻ കേട്ടിട്ടുള്ള ഒരേ ഒരു പാട്ട്, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതിയല്ല, ഒരു തമിഴ് സിനിമയിലെ പാട്ട് ആയിരുന്നു. അപ്പോൾ തമിഴ് സിനിമയിലെ പ്രഗത്ഭരായ ഹസ്ബൻഡും വൈഫും NS കൃഷ്ണൻ, TA മധുരം ഒക്കെ ആൾക്കാർ, അവരൊക്കെ റോയൽ ഫാമിലിയായിട്ട് വളരെ അടുപ്പമുള്ള സരസരായ ആൾക്കാരായിരുന്നു അമ്മ മഹാറാണിയും ചിത്രതിരുനാളും. അപ്പോൾ എൻ്റെ ഫോൺ അതിൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ഞാനപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ ചിത്രതിരുനാൾ പാടി ഞാൻ കേട്ട പാട്ട് ഞാൻ യൂട്യൂബിൽ ഖനനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പാചകം ചെയ്യുന്ന ആൾ പറയുകയാണ്, എനിക്ക് സങ്കടമായ സமையൽ, ഈ സങ്കടമായ കുക്കിംഗ് വിട്ടിട്ട് ഞാൻ മ്യൂസിക് പാടാൻ പോവാണ്. അതെവിടെ? ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി സംഗീതം. അത് അന്നൊരു സ്വപ്നം പോലെ. ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അത്രയ്ക്ക് അതിന് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ലൈൻ മാത്രം ഒന്ന് കേൾപ്പിക്കാം, അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ. படைக்கணும் சங்கடமான சமையல விட்டு சங்கீதம் பாட போறேன் ஆல் இந்தியா ரேடியோவில் அடியேனும் பாட போறேன். ഇത് 1940s ഒരിതാണ്. പിന്നെ എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയുമായിട്ട് എനിക്ക് വളരെ, ഇപ്പോൾ എൻ്റെ അമ്മാവൻ തുടങ്ങി എന്നുള്ള അല്ലാതെ എനിക്ക് വളരെ അടുത്ത ബന്ധം ഉള്ളത്, ഞാൻ 4 മഹാവിദ്വാൻമാരുടെ അടുത്ത് സംഗീതം പഠിച്ചിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം R വെങ്കട്ടരാമൻ സാറ് ട്രിവാൻഡ്രം ഓൾ ഇന്ത്യ റേഡിയോയിലെ ഒരു നിലയ വിദ്വാനായിരുന്നു. ഡോക്ടർ മംഗളംപള്ളി ബാലമുരളികൃഷ്ണ സാറ് വിജയവാഡയിലും മദ്രാസിലും നിലയ വിദ്വാനായിരുന്നു. അപ്പോൾ ബാലമുരളികൃഷ്ണ സാറുമായിട്ട് എനിക്ക് 18 കൊല്ലം വളരെ 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 അടുത്ത് സാറുമായി ഇടപഴകാനുള്ള ചാൻസ് ഉണ്ടായി. അപ്പോൾ സാറിൻ്റെ കൂടെ വിജയവാഡയിലും ഹൈദരാബാദിലും മദ്രാസിലും പല 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 AAR നിലയങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തമ്പി സാർ പറഞ്ഞ മാതിരി GPS നായർ, അദ്ദേഹം വിജയവാഡ ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്റ്റേഷൻ ഡയറക്ടറായിരുന്നു. അപ്പോഴാണ് ബാലമുരളികൃഷ്ണ 16 വയസ്സ് കുമാരനായിട്ട് കച്ചേരി പാടാൻ തുടങ്ങിയത്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ അദ്ദേഹം പറഞ്ഞ മാതിരി പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവായ ഒരു കാര്യം, ഈ സ്റ്റാഫ് ആർട്ടിസ്റ്റിന് ഇപ്പോൾ ഒരു നിലയ വിദ്വാൻ ഇന്ത്യ വിട്ട് ഒരു ടൂർ, ഒരു ദിവസം അവരുടെ സ്വന്തം കൊച്ചുമകനെ കാണാൻ ദുബായിൽ പോകണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു 8 മാസം മുമ്പേ എഴുത്തുകുത്ത് ചെയ്യണം. വെച്ചാൽ ഡൽഹിയിൽ എഴുതിയിട്ട് പെർമിഷൻ വാങ്ങിച്ചാലേ ഇവർക്ക് ഇന്ത്യ വിട്ടു പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനൊരു റേഡിയോ നടത്തുന്ന ആളായിരുന്നെങ്കിൽ നമ്മളുടെ രത്നങ്ങളാണ് ഈ സ്റ്റാഫ് ആർട്ടിസ്റ്റ്, അവരെ ലോകം മുഴുവനും നമ്മൾ പറഞ്ഞ് പ്രദർശിപ്പിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ റേഡിയോ ആർട്ടിസ്റ്റ്, അപ്പോൾ പല വലിയ വലിയ ആർട്ടിസ്റ്റ്, പത്രി സതീഷ് കുമാർ അല്ലെങ്കിൽ ഡൽഹി സുന്ദരായൻ, ഒരുപാട് ആർട്ടിസ്റ്റ് ഓൾ ഇന്ത്യ റേഡിയോ വിട്ടുപോയിട്ടുണ്ട് ഈ ട്രാവൽ റെസ്ട്രിക്ഷൻ കാരണം, അല്ലെങ്കിൽ അവർക്ക് വെളിയിൽ പോകാനേ പറ്റില്ല. പക്ഷേ ബാലമുരളി സാറിൻ്റെ കൂടെ ഒരുപാട് ഓൾ ഇന്ത്യ റേഡിയോ നിലയങ്ങളിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ GPS നായർ വിജയവാഡ ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്റ്റേഷൻ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ബാലമുരളി സാറിന് ഒരുപാട് കച്ചേരികൾ കിട്ടും. അപ്പോൾ ഒരു മാസം മാക്സിമം ഇത്രയും ദിവസമേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് റെസ്ട്രിക്ഷൻ ഉള്ളപ്പോൾ പോലും ഈ GPS നായർ ബാലമുരളി സാറിനെ ശരി പോയി പാടിയിട്ട് വരുമെന്ന് പറഞ്ഞ് ഒരുപാട് ടൂർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യവും ഞാൻ ബാലമുരളികൃഷ്ണൻ സാറിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ തിരുവനന്തപുരം വിസിറ്റ് ചെയ്താൽ പത്മനാഭസ്വാമി അമ്പലം പോയി കാണും, അല്ലെങ്കിൽ മധുരയിൽ പോയാൽ മീനാക്ഷി അമ്പലത്തിൽ പോയി കാണും എന്ന് പറയുന്ന മാതിരി അവസാനം വരെ ബാലമുരളി സാറ് തിരുവനന്തപുരത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ GPS നായരെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സാറ് പറയുന്നത് ഐ വോണ്ട് ടു മീറ്റ് ഹിം എന്നല്ല, സാറ് പറയുന്നത് ടുമോറോ ഐ എം കമ്മിങ് മിസ്റ്റർ നായർ, ഐ വോണ്ട് ടു പേ മൈ റെസ്പെക്ട്സ്, ഐ വോണ്ട് ടു പേ മൈ റെസ്പെക്ട്സിനേ പറയുള്ളൂ. അത്രയ്ക്ക് അഫെക്ഷനേറ്റ് ആയിട്ടാണ്. പിന്നെ മദ്രാസിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ബാലമുരളികൃഷ്ണ ലൈറ്റ് മ്യൂസിക് പ്രൊഡ്യൂസർ, GN ബാലസുബ്രഹ്മണ്യം ക്ലാസിക്കൽ മ്യൂസിക് പ്രൊഡ്യൂസർ, ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ ചീഫ് പ്രൊഡ്യൂസർ. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് കഥകൾ ഇവരുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തർക്കും ശരിക്കും റേഡിയോ സ്റ്റേഷനെക്കുറിച്ച് ഒരുപാട് കഥ, ഒരു ഈവനിങ് മുഴുവൻ സംസാരിക്കാനുള്ള വിഷയമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഇന്ന് ഈ ഒരു ഇവൻറ്റിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു സ്ഥലം, ഇപ്പോൾ നവരാത്രി മണ്ഡപത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഒരുപാട് കഥകളുണ്ട്. നവരാത്രി മണ്ഡപത്തിലെ ലൈബ്രറിയിലെ പഴയ ഓൾ ഇന്ത്യ റേഡിയോയുടെ ലോഗ് ബുക്ക് കാണുകയാണെങ്കിൽ ഇത്
ക്ലാസിക്കൽ മ്യൂസിക് അറിയാവുന്നവർക്കേ അത് രോമാഞ്ചം വരുള്ളൂ, അല്ലെങ്കിൽ ഈ പേരുകൾ ചിലർ കേട്ട് കാണില്ല. പക്ഷേ പ്രോഗ്രാം ലിസ്റ്റ് കാണുമ്പോൾ മഹാരാജപുരം വിശ്വനാഥ അയ്യർ പാടുന്നു, ദ്വാരം വെങ്കടസ്വാമി നായിഡു വയലിൻ, അദ്ദേഹം പക്കമേളം വായിക്കും. അപ്പോൾ ദ്വാരം വെങ്കടസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ സോളോയിസ്റ്റായിട്ട് വളരെ വിളങ്ങിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പക്കമേളം വായിച്ചു എന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അതിന് പാലക്കാട് മണിയയ്യർ മൃദംഗം, പഴനി സുബ്രഹ്മണ്യ പിള്ള ഗഞ്ചിര. അപ്പോൾ ഇങ്ങനെയൊക്കെ കച്ചേരികൾ നടക്കുന്നത് റേഡിയോ വഴിയാണ്. ബാക്കി കേരളത്തിലുള്ള എല്ലാവരും മ്യൂസിക് ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും ഇത് റേഡിയോ റിലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം അടുത്ത കാലത്ത് വളരെ ഒരു നല്ല കാര്യം ചെയ്തത്, നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന കച്ചേരികൾ 6 മുതൽ 8 വരെയുള്ള മുഴുവനും കച്ചേരിയും യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എനിക്കത് വളരെ സന്തോഷമുണ്ട്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, റേഡിയോ സ്റ്റേഷനിൽ ഒരുപാട് ആർക്കൈവ്സ് ഉണ്ട്. അത് പഴയ സ്കൂൾ റെക്കോർഡിങ്സ് ഇരുന്ന് ദ്രവിച്ചു പോകും. അപ്പോൾ ഈ പാൻഡമിക് സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചുപൂട്ടി ഇരിക്കപ്പെടുന്ന സമയത്ത് ഹൈദരാബാദ് ഓൾ ഇന്ത്യ റേഡിയോ അവരുടെ ആർക്കൈവ്സിൽ നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പഴയ ഹിസ്റ്റോറിക്കൽ റെക്കോർഡിങ്സ്, ക്ലാസിക്കൽ മ്യൂസിക് മാത്രമല്ല, ആൾക്കാരുടെ സ്പീച്ചസ്, ടോക്സ്, സംഗീത ശില്പം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അവശേഷിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചായിട്ട് ഐദർ യൂട്യൂബ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു വെബ്സൈറ്റിൽ, ഈവൻ പെയ്ഡ് ഡൗൺലോഡ് ആണെങ്കിലും അത് താല്പര്യമുള്ളൊരു പൈസ കൊടുത്ത് തീർച്ചയായിട്ടും അത് കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകാം. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ ദിനചര്യ ഓൾ ഇന്ത്യ റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടാണ്. രാവിലെ 7 മുതൽ 7:30 വരെ ഒരു റെക്കോർഡ് പ്ലേ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജോൺ ബി ഹിഗിൻസ്, വീണ ബാലചന്ദർ, ഒരുപാട് പേരുടെ സംഗീതം കേട്ടിട്ടുള്ളത്. ഈ പാൻഡമിക്കിൻ്റെ കാര്യം ഒരു ചെറിയ തമാശ പറഞ്ഞ് നിർത്താം. പാൻഡമിക് സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ അടച്ച് ഇരിക്കപ്പെടുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. ഇപ്പോൾ ഫോണിൽ തന്നെത്താനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് ഉണ്ടാക്കി യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. ഞാൻ അതുവരെ 2020 മെയ് മാസം വരെ യൂട്യൂബിന് വേണ്ടി ഞാൻ വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എഡ്യൂക്കേഷനിലാണ്, എനിക്ക് മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ എന്തരോ മഹാനുഭാവുലു, ജഗദാനന്ദ കാരക, അങ്ങനത്തെ വലിയ കോമ്പോസിഷൻസിൻ്റെ അർത്ഥം പറഞ്ഞ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് വട്ടുപിടിക്കുമ്പോൾ ഈ വട്ടുപിടിക്കാതെ അത് റിലീസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഹാസ്യ വീഡിയോകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മലയാളം ആൽഫബറ്റ് ABCD എന്ന് പറഞ്ഞ് അത് ചില തമാശകൾ എബവ് 18 ആയിരിക്കും. അപ്പോൾ എബവ് 18 അല്ലാതെ സ്വല്പം കൊച്ചുകുട്ടികൾക്കും കേൾക്കാവുന്ന രീതിയിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് A ഈസ് ഫോർ ആനക്കുട്ടി, B ഈസ് ഫോർ ബോബനും മോളിയും എന്ന് പറഞ്ഞ് ABCD പറഞ്ഞപ്പോൾ W വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് വാർത്തകൾ വായിക്കുന്നത് എന്നാണ്. അപ്പോൾ അത്രയും വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ എന്നാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അദ്ദേഹം എപ്പോൾ ഉള്ള ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ റേഡിയോയുമായിട്ട് വളർന്ന ആളാണ് ഞാൻ, വളർന്ന ഗുരുക്കന്മാരുടെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇത്രയും തമ്പി സാർ പറഞ്ഞ മാതിരി വേറെ എത്രയോ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും ഓൾ ഇന്ത്യ റേഡിയോ വളരെ മറക്കാൻ പറ്റാത്തൊരു സംഭാവന ചെയ്തിട്ട് ഉണ്ട്. അത് ഇനിയും തുടരണം. അറ്റ്ലീസ്റ്റ് ഇതുവരെ ചെയ്തതിനെ ഒരു പെർമനൻ്റ് ആയിട്ട് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തമ്പി സാറെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള അദ്ദേഹം എഴുതിയ ഒരു ഗാനത്തിലെ, കാവ്യാത്മകമായ ഗാനത്തിലെ 1-2 വരികളാണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ആകാശം ഭൂമിയെ വിളിക്കുന്നു. ആകാശം ഭൂമിയെ വിളിക്കുന്നു എന്ന് ഒരു വ്യക്തിക്ക് എഴുതാൻ കഴിയണമെങ്കിൽ ഒരു കോസ്മിക് ഡയമെൻഷൻ ആ സർഗാത്മകതയിൽ ഉൾച്ചേർന്നിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആകാശം ഭൂമിയെ വിളിക്കുന്നു എന്നെഴുതാൻ പറ്റൂ. ആകാശത്തിന് ഭൂമിയെ വിളിക്കാനുള്ള ഭാഷയാണ് ആകാശവാണി. അതുകൊണ്ട് തന്നെ ആകാശവാണിയുടെ സമാപന സമ്മേളനം ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരത്തെയാണ് ആകാശവാണിയുടെ അധികൃതർ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്നത് എന്ന് കാണുന്നതിലുള്ള ഒരു സന്തോഷം, അതിലൊരു ഔചിത്യ ഭംഗി എടുത്തു പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ ആകാശവാണി എന്ന വാക്ക് ആദ്യമായി രൂപപ്പെടുത്തിയത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ്. ആ രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണി എന്നൊരു കവിത എഴുതി. അന്ന് ഓൾ ഇന്ത്യ റേഡിയോ ഇല്ല, ആകാശവാണി ഇല്ല. ആ വാക്കിൽ നിന്നാണ്
ഇവിടെ നേരത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റേതായ ഒരു സംഗീത നിലയം ഒരു റേഡിയോ നിലയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. മൈസൂറിൽ വ്യക്തികൾക്കും ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിലൊരു ഗോപാലസ്വാമിക്കൊരു ഒരു റേഡിയോ നിലയം ഉണ്ടായിരുന്നു. ആ റേഡിയോ നിലയത്തിന് ഗോപാലസ്വാമി ഈ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ കാവ്യശകലത്തിൽ നിന്നുള്ള ആകാശവാണി എന്ന പേരാണ് ഉപയോഗിച്ചത് അതിന് നാമകരണം ചെയ്യാൻ. പിന്നീട് ആ പേര് ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ടായപ്പോൾ, നാട്ടുരാജ്യങ്ങളുടെ റേഡിയോകളെല്ലാം ചേർന്ന് ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ടായപ്പോൾ അതിന് ഉള്ള ശ്രദ്ധേയമായ നാമമായി മാറി എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട് ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന്. ഇങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. സ്വാന്തസുഖായ എന്നാണ് പറഞ്ഞിരുന്നത്. സ്വാന്തസുഖായ എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടി. ഈ സ്വാന്തസുഖായ എന്നത് ബഹുജനഹിതായ എന്നും ബഹുജനസുഖായ എന്നും ഉള്ള ഒരു തലത്തിലേക്ക് ഉയർത്തി വളർത്തിക്കൊണ്ടുവന്നതിൽ ആകാശവാണിക്കുള്ള വളരെ ശ്രദ്ധേയമായൊരു പങ്കുണ്ട്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. സ്വന്തം മനസ്സിൻ്റെ സുഖം എന്ന് പറയുന്നത് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുമെന്നൊക്കെ പറയില്ലേ, അതേപോലെ അവരൻ്റെ സുഖത്തിന് വേണ്ടിയാണ് നമ്മുടെ സുഖം എന്നൊരു കൺസെപ്റ്റിലേക്ക് വികസിക്കുന്ന ഒരു മനോഘടന ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റൂ. ആ മനോഘടന ഉണ്ടായിരുന്ന വലിയ വലിയ മനുഷ്യരാണ് ആകാശവാണിയെ എല്ലാ കാലവും നയിച്ചിട്ടുള്ളത് എന്നത് ഓർക്കുകയും അവരുടെ ധന്യമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതുപോലെയുള്ളൊരു സമാപന സമ്മേളന സന്ദർഭത്തിൽ. കക്കാടിൻ്റെ ഒരു കവിതയിലെ ഒരു വരി, അക്കിതെക്കു കൊടു കക്കനെന്ന നാൽചക്രവണ്ടിയിലിരുന്നു എന്ന. അക്കിതെക്കു കൊടു കക്കനെന്ന നാൽചക്രവണ്ടിയിലിരുന്നു. ഈ നാൽചക്രവണ്ടി ആകാശവാണി നിലയമാണ്. ഈ 4 ചക്രങ്ങളോ അക്കി, തിക്കു, കൊടു, കക്കൻ. അക്കി അക്കിത്തം, തിക്കു തിക്കൊടിയൻ, കൊടു കൊടുങ്ങല്ലൂർ, കക്കൻ കക്കാട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഒരു കാലത്ത് ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തെ നയിച്ചിരുന്നത്. അന്ന് അവിടെ അതിപ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആകാശവാണിയെ ജനങ്ങളറിഞ്ഞത് ഇവരിലൂടെയാണ്, ഇവരുടെ സാംസ്കാരിക വ്യക്തിത്വത്തിലൂടെയാണ്. അതുപോലെ ഇവിടെയാണെങ്കിലോ തിരുവനന്തപുരത്താണെങ്കിൽ നാഗവള്ളി ആർ എസ് കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പ് മഹാകവി, അതുപോലെ ജി വിവേകാനന്ദൻ, ജഗതി എൻ കെ ആചാരി, കെ ജി സേതുനാഥ്, ഇതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നമ്മുടെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക ജീവിതങ്ങളിൽ സ്വന്തം വ്യക്തിത്വം വളരെ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ, നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഭാഷയെയും ഒക്കെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കഴിഞ്ഞ പ്രഗത്ഭമതികളാൽ നയിക്കപ്പെട്ട ഒരു ചരിത്രമാണ് ഈ റേഡിയോ പ്രസ്ഥാനത്തിനുള്ളത്. ഈ പ്രസ്ഥാനവുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു. ശ്രീമാൻ നമ്പി സാറ് തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. എൻ്റെ ഒരു അനുഭവം ഇതാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ഘട്ടം 80കളുടെ തുടക്കമൊക്കെയാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് ലളിതഗാനങ്ങൾ എഴുതി ആകാശവാണിക്ക് അയച്ചു. ഇതെനിക്ക് അതിൽ കേട്ടാൽ കൊള്ളാമെന്ന് വലിയൊരു മോഹം തോന്നി. ഇത് അവിടെ സ്വീകരിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്തതായി എനിക്കറിയില്ല. പക്ഷേ അടുത്ത കാലത്ത് ആകാശവാണിയിൽ നിന്ന് ബ്രഹ്മാനന്ദൻ്റെ ശബ്ദത്തിൽ ഞാൻ ആ പാട്ട് കേട്ടു. അപ്പോൾ എപ്പോഴോ ഞാനറിയാതെ ഈ പാട്ടിൽ ഏതോ ഒന്ന് ആകാശവാണി എടുത്തിരിക്കണം. അത് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. അദ്ദേഹം അതിന് സംഗീതം കൊടുത്തിരിക്കണം, ബ്രഹ്മാനന്ദൻ പാടിയിട്ടുമുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എനിക്ക് ആ പാട്ട് കേൾക്കാൻ കഴിയില്ലല്ലോ. എന്നോ ഞാൻ എഴുതി എവിടെയോ വിസ്മൃതിയിലേക്ക് തള്ളിക്കളഞ്ഞതെന്ന് പറയാവുന്ന വിധത്തിലുള്ളൊരു പാട്ട് വീണ്ടും എൻ്റെ തന്നെ മനസ്സിലേക്ക് പ്രത്യാനയിക്കുന്നതിന് ഈ ആകാശവാണിക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വൈയക്തികമായി നൽകിയ സന്തോഷം ചെറുതല്ല എന്നുകൂടി ഇതിന് അനുബന്ധമായി പറയട്ടെ. നമ്മുടെ രാജ്യത്തെ ഒരു ദേശീയോദ്ഗ്രഥനം അതിൻ്റെ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ ആകാശവാണിയെപ്പോലെ വലിയ പങ്കുവഹിച്ച മറ്റൊരു പ്രസ്ഥാനമില്ല. ഒരു കാലത്ത് ഗംഗൈവ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധിം ഗുരു എന്നൊക്കെയുള്ള വരികളിലൂടെ കവിതയാണ് അല്ലെങ്കിൽ ശ്ലോകങ്ങളാണ് ഈ ദേശീയോദ്ഗ്രഥനം. അവിടെ ഗംഗയുണ്ട്, കാവേരി വരെയുണ്ട്, എല്ലാ നദികളും ഉണ്ട്. ഗംഗൈവ യമുനേ ചൈവ ഗോദാവരി സരസ്വതിയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ നദികളെയൊക്കെ ഇങ്ങനെ തൊട്ട് പറഞ്ഞിട്ട് ഈ ദേശീയോദ്ഗ്രഥനം സാധ്യമാക്കി നമ്മുടെ മനസ്സിൽ. അതേപോലെ പിന്നീട് ഈ ദേശീയോദ്ഗ്രഥനം കലയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ തലത്തിൽ സാധ്യമാക്കിയത് ആകാശവാണി തന്നെയാണ്.
ഭീംസൻ ജോഷിയെ പോലെയുള്ളവരുടെ പാട്ട് ഇവിടെ ഈ കേരളത്തിൻ്റെ ഈ വക്കിൽ വന്ന് ഇരുന്നു കൊണ്ട് നമുക്ക് കേൾക്കാമെന്നും നമ്മുടെ അരിയക്കുടി രാമാനുജയങ്കാരുടെ പാട്ട് അവിടെ കേൾപ്പിക്കാമെന്നും അങ്ങനെ പരസ്പരം സംഗീതത്തിൻ്റേതായ ഒരു വിനിമയം സാധ്യമാക്കാമെന്നും അതിലൂടെ ഇന്ത്യ എന്ന വികാരം എന്താണ് എന്നുള്ളത് ഇന്ത്യക്കാരുടെ ആകെ മനസ്സിൽ ഉറപ്പിക്കാമെന്നും ഒക്കെ തെളിയിച്ചു തന്നത് ഈ പ്രസ്ഥാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഓടി വന്ന് പണ്ട് ഈ രഞ്ജിനിക്ക് വേണ്ടി കാതോർത്തിരിക്കുമായിരുന്നു. ആ നിമിഷങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതേപോലെ ശ്രദ്ധേയമായിട്ടുള്ള കച്ചേരികൾ അതിൽ നിന്ന് കേട്ടത്, കച്ചേരി ഇപ്പോൾ അരിയക്കുടി രാമാനുജയങ്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു, ആ കച്ചേരികളൊന്നും കേൾക്കാനുള്ള ഒരു നിലവാരമൊന്നുമില്ല. എങ്കിൽ പോലും ആകാശവാണിയിലൂടെ വരുന്ന എന്തും കേൾക്കാൻ സജ്ജമായൊരു മനസ്സും കാതും അന്നേ ഉണ്ടായിരുന്നു. ആ ആകാശവാണി, ആ ഓൾ ഇന്ത്യ റേഡിയോ ഞാനടക്കം എൻ്റെ തലമുറയിലുള്ള എത്രയോ പേരുടെ സാംസ്കാരിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്ത എത്രയോ വാക്കുകൾ, എത്രയോ ഇമേജുകൾ ഈ ആകാശവാണി എനിക്ക് തന്നിട്ടുണ്ട്. ഈ ലോക ക്ലാസിക്കുകളുടെ അവതരണത്തിലൂടെ, ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ കൃതികളുടെ നാടകാവിഷ്കാരത്തിലൂടെ ഒക്കെ എൻ്റെ മനസ്സിൽ പുതിയ പുതിയ ഭാവങ്ങൾ, പുതിയ പുതിയ അനുഭൂതി തലങ്ങൾ, പുതിയ പുതിയ അനുഭവ മണ്ഡലങ്ങൾ ഒക്കെ പകർന്നു തരുന്നതിന് ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ആ തലമുറയിൽപ്പെട്ട, എനിക്ക് മുമ്പും പിൻപുമുള്ള തലമുറകളിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഈ സാംസ്കാരിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ ആകാശവാണി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ എന്നും ആകാശവാണിയോട് കടപ്പെട്ടിരിക്കും എൻ്റെ മനസ്സ് എന്നുകൂടി പറയട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സമാപന സമ്മേളനം ഇനിയും ഏറെ വർഷങ്ങൾ, ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ എന്നത് മാറിയിട്ട് വീണ്ടും ആകാശവാണി എന്നായി എന്ന് തോന്നുന്നു. ഈ ആകാശവാണി ഈ ലോകത്തിൻ്റെ വാണിയായി എല്ലാ കാലവും ഉണ്ടാവട്ടെ. ഒരുപാട് ചാനലുകളുടെ വലിയ പ്രളയമുള്ള കാലമാണിത്. എല്ലാ ചാനലുകളും മത്സരിച്ച് സ്വൈരക്കേടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വൈരത്തിന് വേണ്ടി, സ്വച്ഛതയ്ക്ക് വേണ്ടി നമുക്ക് എങ്ങോട്ടെങ്കിലും തിരിയണമെങ്കിൽ, ഒരു കുളിർത്തെളിക്ക് വേണ്ടി ഒന്ന് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് ഒന്നേ ഉള്ളൂ ആലംബം, ആണ് ആകാശവാണി. എല്ലാ കലകളും മലിനമാക്കപ്പെടുന്ന കാലത്ത് കലകളൊക്കെ തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള വിപര്യം നേരിടുന്ന ഒരു കാലമാണ്. സംഗീതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനൊരു സാന്ത്വനമായി തീരുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഈ പരസ്പരം ചേരാത്ത വാക്കുകളുടെ ഒരു ഘടകടാരവുമായി മാറിക്കഴിഞ്ഞു. അങ്ങ് ആ സംഗീതമൊക്കെ ഇങ്ങനെ ദുഷിക്കുന്നൊരു കാലത്ത് ശുദ്ധമായ സംഗീതത്തിന് വേണ്ടി കാതോർക്കണമെങ്കിൽ നമുക്കൊന്നേ ഉള്ളൂ ഒരു സോഴ്സ്, അത് ആകാശവാണിയാണ്. അതുകൊണ്ട് ഈ ആകാശവാണി എല്ലാ കാലവും നിലനിൽക്കട്ടെ. നമ്മുടെ വരും തലമുറകളുടെ കൂടി ഭാവി ഭദ്രമാക്കാൻ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ ജനിച്ചത് 1951-ലാണ്. 1950 ആകാശവാണി തിരുവനന്തപുരം നിലയം ജനിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരേ പ്രായമാണ്, നമുക്കൊരേ പ്രായമെന്ന് പാടാം. എനിക്കൊരു 13 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വീട്ടിലൊരു റേഡിയോ വാങ്ങിക്കുന്നത്. അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഞങ്ങളൊരു എല്ലാവരും കൂടെ കൂട്ടുകുടുംബം പോലെ കഴിയുന്ന ഒരു അപ്പൂപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോൾ അപ്പൂപ്പൻ സ്വാഭാവിക, അച്ഛനും അധ്യാപകനായിരുന്നു, അപ്പൂപ്പനും അധ്യാപകനായിരുന്നു, അപ്പൂപ്പൻ കൃഷിക്കാരനും കൂടിയായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഈ റേഡിയോ വാങ്ങിച്ച അതിൻ്റെ പൈസ കൊടുത്തിരുന്നെങ്കിൽ ഒരു പശുവിനെ വാങ്ങിച്ചുകൂടായിരുന്നു എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, വാങ്ങിക്കായിരുന്നു, പക്ഷേ പശു പാടൂലല്ലോ എന്ന്. അപ്പോൾ അന്ന് ഈ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന അന്ന് മുതൽ ഈ റേഡിയോ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. കൂടുതലും പാട്ടുകളും പിന്നെ നാടകങ്ങളുമാണ്. അന്ന് റേഡിയോ നാടകത്തിൽ അഭിനയിച്ചിരുന്ന എല്ലാവരെയും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ പരിചയമുണ്ടായിരുന്നു. വീരരാഘവൻ നായരുടെയും എസ് രാമൻകുട്ടി നായരുടെയും പത്മനാഭൻ നായരുടെയും ഇങ്ങനെ രാധാമണി ചേച്ചിയുടെയും CS രാധാദേവി ചേച്ചിയുടെയും എല്ലാവരുടെയും ശബ്ദം കൊണ്ട് അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല എന്നെങ്കിലും എനിക്കും ഈ റേഡിയോ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ റേഡിയോയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസം 27-ാം തീയതി ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത നാടകത്തിൽ ദൈവം എന്ന് പറയുന്നൊരു നാടകമുണ്ട്. ശ്രീമതി
റൂബി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ ഡയറക്ടർ. ആ നാടകത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രമാത്രം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചിരുന്ന ഒരു മാധ്യമത്തിൽ എനിക്കും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്കൊരു വലിയ ഭാഗ്യമാണ്. ഇനിയും എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ഈ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആകാശവാണിയിലൂടെ ചിട്ടപ്പെടുത്തിയ ഒരു ആയിരുന്നു ഞങ്ങളുടേതൊക്കെ തന്നെ. രാവിലെ സംസ്കൃതം വാർത്ത കേൾക്കുമ്പോഴേക്കും എന്ത് ചെയ്യണം, തൊട്ടടുത്ത വീട്ടിൽ പോയി ഇന്ന വാർത്ത കേൾക്കുമ്പോൾ പോയി പാല് വാങ്ങിയിട്ട് വരണം, ഇന്ന പരിപാടി കേൾക്കുമ്പോൾ കുളിക്കണം, അല്ലെങ്കിൽ അടി ഉറപ്പായിരുന്നു. ഇന്ന പരിപാടി ആകുമ്പോഴേക്കും ട്യൂഷന് വേണ്ടി പോകണം എന്നൊക്കെയുള്ള ഒരു ചിട്ടപ്പെടുത്തലുകളിലൂടെ ആയിരുന്നു. ആകാശവാണി ആയിരുന്നു രാവിലെ എത്ര മണിക്ക് ഉറക്കമൊഴിക്കണമെന്നും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നു. ആകാശവാണിയും പൂമ്പാറ്റയും ഒക്കെ ആയിരുന്നു ജീവിതത്തിൽ ആദ്യകാലത്തെ വഴികാട്ടികൾ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ആകാശവാണിയും ദൂരദർശനും നമ്മുടെ തപാൽ വകുപ്പുമൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജീവനാഡികളാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ എൽ മുരുകൻ, അശ്വനി വൈഷ്ണവ്ജിയൊക്കെ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ ആദ്യം ആവശ്യപ്പെടുന്നത് ഈ ആകാശവാണിയും ദൂരദർശനും തപാൽ വകുപ്പുമൊക്കെ തന്നെ ഒരിക്കലും അതിൽ യാതൊരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നിരവധി ചാനൽ പരിപാടികളിലേക്കൊക്കെ പോകുമ്പോഴും ഏറ്റവും മനസ്സിന് സന്തോഷം കിട്ടുന്നത് ദൂരദർശനിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ്. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഒരു കാര്യം അവിടെ ആരെയും അനുവദിക്കുകയുമില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാറുമില്ല. ഇവിടെ മറ്റൊരു പരിപാടിയായിരുന്നു ഇവിടെ ഇങ്ങനെ നടന്നിരുന്നതെങ്കിൽ ഉണ്ടാകുമായിരുന്ന വലിയ വലിയ ബഹളങ്ങളൊക്കെ അത് ചിലപ്പോൾ ഒരു പരിധിവരെയൊക്കെ ആവശ്യമായിരിക്കാം, അല്ലാതെ വിയോജിക്കുന്നില്ല. പക്ഷേ ദൂരദർശൻ്റെയും ആകാശവാണിയുടെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴേക്കും നമ്മുടെ ആ പാരമ്പര്യം, ആ കുലീനത്വം ഒക്കെ തന്നെ നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആശംസകളുണ്ട്. ഈ സംവിധാനം നമ്മുടെ നാട് നിലനിൽക്കുന്നിടത്തോളം കാലം വളരെ പവിത്രമായി നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മുന്നേറ്റവും സംഘടനയും ഒക്കെ തന്നെ എല്ലാ പിന്തുണയും എല്ലാ ആശംസയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു വൃക്ഷത്തിൻ്റെ വാർഷിക വലയങ്ങൾ പുറത്തുനിന്ന് അകത്തേക്കാണ് വളരുന്നത്. ആദ്യ വർഷങ്ങളിലെ വലയങ്ങൾ അത് വളർന്ന് കനം വെച്ച് കാരിരുമ്പിൻ്റെ കടുപ്പമുള്ള കാതലായി മാറുമ്പോൾ ഏത് കൊടുങ്കാറ്റിലും വീണുപോകാതെ വണ്ണം ആ വൃക്ഷം കരുത്തുറ്റതാകുന്നു. 75 ആണ്ടിൻ്റെ ആ ഉൾക്കരുത്ത് ഈ ആകാശവാണി വൃക്ഷത്തിനുള്ളത് കൊണ്ടാണ് പ്രതിസന്ധികളിൽ ഉലയാതെ അതിന് നിൽക്കാൻ സാധിക്കുന്നത്. ആ ഉൾക്കരുത്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചവരിൽ ഏറെ പേരും സംസാരിച്ചത്. ഒപ്പം തന്നെ ഇപ്പോഴും ആകാശവാണി നിലനിർത്തുന്ന വ്യത്യസ്തതയെക്കുറിച്ചും ഏറെ പരാമർശിക്കപ്പെട്ടു. അത് പുറത്തെ വലയങ്ങളാണ്. പാലൊഴുക്കുന്ന ഏതൊരു മരവും പുറന്തൊലി മുറിഞ്ഞുകൊണ്ടാണ് ആ പാലൊഴുക്കുന്നത്. റബ്ബർ മരത്തെ നമുക്കറിയാം. വയലും വീടിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കർഷകർ വളരെ സൂക്ഷ്മതയോടെ നേർത്ത കത്തികൊണ്ട് പുറന്തൊലി മുറിക്കുമ്പോഴാണ് വൃക്ഷത്തിൽ നിന്ന് പാലൊഴുകുന്നത്. അതുപോലെ വിമർശനങ്ങൾ കൊണ്ടും തിരുത്തലുകൾ കൊണ്ടും ഈ വാണി വൃക്ഷത്തിൻ്റെ പുറന്തൊലിയെ നേർത്ത പോറലുകളിലൂടെ മുറിപ്പെടുത്തിക്കൊണ്ട് ശ്രോതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോട് സഹകരിക്കുമ്പോഴാണ് ഈ പ്രക്ഷേപണം, നല്ല പരിപാടികൾ ഈ നിലയത്തിൽ നിന്ന്, ഈ മരത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. അതിന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നന്ദി പറയുന്നു.